കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് അഭിപ്രായ വിലക്ക്. ആശാ സമരത്തെ പിന്തുണച്ച് സംസാരിക്കരുതെന്ന് മല്ലിക സാരാഭായിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആശമാരെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് വിലക്ക്. ഇതിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കി മല്ലികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഭിപ്രായം പറയുന്നത് തന്റെ ശീലമെന്നും ഞാനല്ലാതാകണമോ എന്നും മല്ലികയുടെ ചോദ്യം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഇവിടെ നടക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു വിലക്കായിട്ട് കാണാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ദേവിക, അങ്ങനെ തന്നെയാണ്. കലാമണ്ഡലം ചാൻസലർ കൂടിയായിട്ടുള്ള മല്ലിക സാരാഭായിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. അവിടെ സംസാരിച്ച പ്രഭാഷണത്തിൽ ആശാ വർക്കർമാരുടെ ശമ്പളത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ വേതനത്തെ പറ്റിയിട്ടോ അവർ നടത്തുന്ന സമരത്തെ പറ്റിയിട്ടോ അജിറ്റേഷനെ പറ്റിയിട്ടോ സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ അഭിപ്രായം പറയാതിരിക്കണമോ, ഒരു ചാൻസലറെ സംബന്ധിച്ചിടത്തോളം തന്റെ അഭിപ്രായങ്ങൾ പറയാതിരിക്കണമോ എന്ന തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് സമൂഹ മാധ്യമ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. മല്ലിക സാരാഭായി ആശാ വർക്കർമാരെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട സാഹിത്യ അക്കാദമി കൂടെ ചുമതലയുള്ള സച്ചിദാനന്ദൻ വലിയ രീതിയിൽ സച്ചിദാനന്ദൻ വലിയ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ സമരങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ ആശാ സംഗമത്തിലും അത്തരത്തിലുള്ള സമരങ്ങളിലും അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴി ആശാ സമരത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടും അതോടൊപ്പം തന്നെ ആശാ സമരത്തെ അംഗീകരിച്ചുകൊണ്ടും അവർക്ക് നീതി വേണമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആശാ സമരം പോലൊരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് പ്രതികൂലമായിട്ട് ഈ സംവിധാനങ്ങളെയൊക്കെ ബാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ളൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ചാൻസലറുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ളൊരു വിലക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആശാ വർക്കർമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് സാറാ ജോസഫ് ഒരു ക്രൗഡ് ഫണ്ടിംഗ് ക്രൂ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, സാറാ ജോസഫ് ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാടെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെ ഇത്തരത്തിൽ അനുകൂലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ക്രൗഡ് ഫണ്ടിംഗ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിലക്ക് മല്ലിക സാരാഭായിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഫെയിമുകൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് പക്ഷേ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഇത്തരത്തിലൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത്. ദേവിക.